നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ പഠിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മളെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുവാനും അത് കാരണമായി തീരണം. ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുന്നതിലെ ഒത്തിരിയും പ്രായോഗിക കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി. ഇന്ന് 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ സെക്ഷൻ സ്റ്റഡി ചെയ്തു. 5-ാമത്തെ സെക്ഷൻ ഓർപ്പിക്കുന്നത് നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്. 6-ാമത്തെ സെക്ഷൻ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പങ്ക് എന്ത്, കൃപയുടെ പങ്ക് എന്ത്. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാം കൂടെ 6 അധ്യായമേ ഉള്ളൂ. എന്നാൽ അതിൽ ഒരു അധ്യായം പൂർണ്ണമായിട്ടും വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. 2-ാം അധ്യായത്തിൽ എല്ലാം കൂടി 21 വാക്യമേ ഉള്ളൂ. എന്നാൽ അതിന്റെ 14 വാക്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞാണ് ഉപദേശത്തിലോട്ട് പ്രവേശിക്കുന്നത്. ഇതേ മാതൃക വേദപുസ്തകത്തിലുള്ള എല്ലാ ലേഖനങ്ങളിലും നാം കാണുന്നു. ചില പുസ്തകങ്ങളിൽ നീണ്ട ഇൻട്രൊഡക്ഷൻ ഉണ്ട്, മറ്റു ചിലതിൽ ഹ്രസ്വമാണ്. എല്ലാ പുസ്തകത്തിലും ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഈവൻ 25 വാക്യം മാത്രമുള്ള യൂദായുടെ ലേഖനത്തിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷന് വിഷയം കൺക്ലൂഷൻ. ഉപദേശം പങ്കുവെക്കുവാൻ വേണ്ടി ദൈവവചനം സ്വീകരിച്ചിരിക്കുന്നതും ദൈവവചനം കാണിച്ചു തന്നിരിക്കുന്ന മാതൃക, ഉപദേശ സംബന്ധമായ ഏത് വിഷയം പഠിപ്പിച്ചാലും അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ ആശയവിനിമയം നടത്തിയാലും ആദ്യമേ കേൾക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച്, അവരുടെ അറിവിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയ്ക്കനുസരിച്ച് പ്രോപ്പർ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കണം. അതാണ് ദൈവവചനത്തിന്റെ മാതൃക. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആകും എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. നമ്മൾ എല്ലാവരും സുവിശേഷ തൽപരരാണ്. അവിശ്വാസികളോട് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ മുൻപിൽ ഈ സുവിശേഷം കേൾക്കുവാനിരിക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലം നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ആശയവിനിമയം ചെയ്യുന്നത്. ഞാൻ മധ്യപ്രദേശിലായിരുന്നപ്പം ഞങ്ങൾ ധാരാളം ഹിന്ദി ട്രാക്റ്റുകൾ വിതരണം ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഒരു സുവിശേഷകന്റെ നോട്ടത്തിൽ ഈ ട്രാക്റ്റുകള് ഒന്നും വേണ്ട രീതിയിൽ സുവിശേഷം വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരനൊരു ട്രാക്ട് എഴുതി കറക്ഷന് വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ട്രാക്റ്റിന്റെ ടൈറ്റിൽ ഞാനാകുന്നു എന്ന് യഹോവ പറയുന്നു. ഒരു ഹിന്ദുവിന് ആ ട്രാക്ട് കൊടുത്ത് ആരാ ഈ യഹോവ? ക്രിസ്ത്യാനികൾക്ക് പോലും യഹോവ എന്നുള്ളത് പ്രോപ്പർലി അറിയത്തില്ല, പ്രത്യേകിച്ച് ഹിന്ദിക്കാര് ക്രിസ്ത്യാനികൾക്ക്. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നപ്പോൾ പലരും യഹോവ എന്നുള്ളതിന് ഹയോവ എന്നായിരുന്നു പറയുന്നത്. അത്രയേ ഉള്ളൂ യഹോവ എന്നുള്ള വാക്കിനെ കുറിച്ച് അവരുടെ ഗ്രാഹ്യം. ട്രാക്റ്റില് യഹോവയായ ഞാൻ ഇന്നതാകുന്ന യഹോവ ഷാലോം, യഹോവ റോഫി, യഹോവ ഷാമ എന്നും പറഞ്ഞ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ബൈബിളിൽ നിന്നെടുത്ത് അതിന്റെ എല്ലാ അർത്ഥം പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ യഹോവയെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ഒരു ഹിന്ദുവിന് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ ഒരു ഹിന്ദുവിനോട് സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ മനുഷ്യൻ ദൈവസൃഷ്ടിയാണെന്നും ദൈവസൃഷ്ടിയായ മനുഷ്യൻ ലംഘനത്തിൽ കൂടെ പാപിയായി തീർന്നെന്നും പാപിയായ മനുഷ്യന് രക്ഷ ആണെന്നും സ്വന്തം പ്രയത്നം കൊണ്ട് ആ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ലെന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് വേണം സുവിശേഷത്തിലോട്ട് കടക്കുന്നത്. വേദപുസ്തകം നമുക്ക് തരുന്ന മാതൃക അതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ
മുൻവിധിയുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെബേൺനെസിന്റെ കാരണം കൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരമേ ആശയവിനിമയം നടത്തത്തുള്ളൂ എന്ന് ശഠിക്കാറുണ്ട്. ദൈവവചനം നമ്മൾക്ക് തരുന്ന മാതൃക അതല്ല. ദൈവവചനം തരുന്ന മാതൃക എന്ന് പറഞ്ഞാൽ ഏത് ഉപദേശ വിഷയം സംസാരിച്ചാലും സുവിശേഷവും ഒരു ഉപദേശ വിഷയമാണെന്ന് ഇവിടെ ഓർപ്പിക്കട്ടെ. ഏത് ഉപദേശ വിഷയം സംസാരിച്ചാലും അതിൽ ആദ്യമേ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. കേൾക്കുന്ന ആളുകളുടെ പശ്ചാത്തലം മനസ്സിൽ വെച്ച് ആദ്യമേ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞാണ് വിഷയത്തിൽ കടന്നു വരേണ്ടത്. അങ്ങനെ ഒരു ഫുൾ അധ്യായവും രണ്ടാമത്തെ അധ്യായത്തിന്റെ 14 വാക്യങ്ങളും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉപദേശ വിഷയം കണ്ടു. 15ഉം 16ഉം വാക്യങ്ങളിൽ നീതീകരണം വിശ്വാസത്താലെ മാത്രമാണ് എന്നുള്ളത് കണ്ടു. രണ്ടാം അധ്യായത്തിന്റെ 6ാമത്തെ സെക്ഷൻ ഉപദേശം കണ്ടിന്യൂ ചെയ്തു. भाई राम बाबू, ये क्लास मलयालम भाषा में है और हम इसका अनुवाद नहीं करते हैं, इसीलिए इसका नोटिस मलयालम में दिया था. यदि आप मलयालम समझते हैं तो आपका हार्दिक स्वागत है. नहीं समझते तो मुझे माफ करें कि मैं हिंदी में नहीं बोल पाऊंगा इस क्लास में. मैं मंगलवार को हिंदी क्लास लेता हूँ. ओके ओके. ഉപദേശ വിഷയമായിട്ട് രണ്ടാമത്തെ പോയിന്റ് 17 തൊട്ട് 21 വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും പങ്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് എന്നുള്ള വിഷയമാണ്. നമ്മൾ 17ാം വാക്യത്തിൽ വായിക്കുന്നത്, 17 മലയാളത്തില് വളരെ കൺഫ്യൂസിങ് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ട്രാൻസ്ലേഷൻ ചെയ്ത സമയത്ത് അത് വേണ്ടത്ര ക്ലിയർ ആയിട്ടില്ല. രണ്ടാം അധ്യായത്തിന്റെ ആക്ച്വലി 17 തൊട്ട് 21 ന്യായപ്രമാണത്തിന്റെയും വിശ്വാസത്തിന്റെയും പങ്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ന്. 17 നാം വായിക്കുന്നത്, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകൻ എന്നോ. അത് പെട്ടെന്ന് വായിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ വ്യക്തമല്ല. ആക്ച്വലി ദൈവവചനം ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസികളായ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പാപബോധമുണ്ട്, ഒരു കുറ്റബോധമുണ്ട്, പാപബോധമുണ്ട്. ആ പാപബോധം അല്ലെ കുറ്റബോധം ഉപയോഗിച്ചാണ് ന്യായപ്രമാണത്തിനനുസരിച്ച് പരിച്ഛേദന ആവശ്യമാണെന്ന് യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ദൈവാത്മാവ് ഇവിടെ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിച്ചു, ക്രിസ്തുവിൽ നീതീകരണം പ്രാപിച്ചു. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ന്യായപ്രമാണത്തിന്റെ പുറകെ ഓടി പാടില്ലാത്ത കാര്യം ചെയ്യുക, ന്യായപ്രമാണം ആചരിക്കുക, അത് ചെയ്താൽ ക്രിസ്തുവാണോ നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റിലേക്ക് നയിക്കുന്നത്? അത് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനിൽ അത് വ്യക്തമല്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. എന്നാൽ നീതീകരണം പ്രാപിച്ച നാം നമുക്ക് വർജിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പാടില്ലാത്ത പരിച്ഛേദന, നീതീകരണത്തിന് വേണ്ടി പരിച്ഛേദന ഏറ്റാൽ അതൊരു പാപമാണ്. സോ അങ്ങനെ ക്രിസ്തുവിൽ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ് പിന്നെ പരിച്ഛേദനയുടെ പുറകെ ഓടുവാണെങ്കിൽ അതിന് ക്രിസ്തുവാണോ ഉത്തരവാദി?
ക്രിസ്തു ആണോ ആ പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഒരു നാളും അല്ല. ഇതേ ആശയം റോമാലേഖനത്തിലുണ്ട്. അവിടെ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇതെല്ലാം തുലനം ചെയ്ത് പഠിക്കുമ്പോഴാണ് എക്സാക്ട്ലി ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നീതീകരണം വിശ്വാസത്താലേ ആണെങ്കിൽ പോലും നമ്മിൽ പലരും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പാപങ്ങളുടെ പുറകെ പോകും. അങ്ങനെ പാപങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിന് ക്രിസ്തു ഉത്തരവാദിയല്ല. പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പാട് ഏറ്റവും വ്യക്തമായിട്ട് നൽകിയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പാട് നൽകപ്പെട്ട് കഴിഞ്ഞ് ആ വെളിപ്പാടിനനുസരിച്ച് ആ വെളിപ്പാടിനനുസരിച്ച് നീതീകരണം പ്രാപിച്ച് വെളിപ്പാടിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം പ്രാപിക്കുക എന്നുള്ള തെറ്റായ ചിന്ത നമ്മുടെ മനസ്സിൽ വന്ന് ആ തെറ്റായ ചിന്തയ്ക്കനുസരിച്ച് നീതീകരണം പ്രാപിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് പാപമാണ്. അതിന് നമ്മൾക്ക് നീതീകരണം നൽകിയ ക്രിസ്തു ഉത്തരവാദിയല്ല, നാം ആണ് ഉത്തരവാദി. നാമും പാപികൾ എന്ന് വരുന്നു. അത് ട്രാൻസ്ലേഷൻ പ്രോപ്പർ അല്ല. നാം പാപം ചെയ്ത് പാപികളായി തീർന്നുവെങ്കിൽ അതിന് ക്രിസ്തു ഉത്തരവാദിയല്ല. ഇതിൽ കൂടെ ദൈവാത്മാവ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ആ സമയത്ത് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ വിശ്വാസത്തിലുള്ള നീതീകരണത്തെ വിട്ട് ലംഘനത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിന് ക്രിസ്തു അല്ല, നാം ആണ് ഉത്തരവാദി. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ലംഘനം ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ താൻ ഒന്നിൽ അതിൽ തന്നെ തുടരും. തുടർന്നില്ലേ തന്നെ സ്വന്തം ജീവിതത്തിൽ ചെയ്തു പോയ ലംഘനങ്ങളെയോ നീതീകരിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് എന്ന് വരെ നീതീകരിച്ചു കൊണ്ടേയിരിക്കും, അന്ന് വരെ ആ വ്യക്തിക്ക് യഥാസ്ഥാനപ്പെടാൻ സാധിക്കത്തില്ല. എബ്രായ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം എല്ലാം പ്രാപിച്ചിട്ട് പിന്നെയും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ മാനസാന്തരത്തിന് വേണ്ടി അവരെ പുതുക്കാൻ അസാധ്യമാണെന്ന്. തെറ്റ് ചെയ്തു, ഓക്കെ, എല്ലാവരും തെറ്റിൽപ്പെടുന്നു. എന്നാൽ അതിനെ നീതീകരിച്ച് നടക്കുന്ന ആളുകൾ, അവർ പിന്നെ മാനസാന്തരപ്പെടുന്ന കാര്യം വളരെ വിഷമമാണ്, അസാധ്യമാണ് ദൈവവചനം ഓർപ്പിക്കുന്നു. സോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ലംഘനങ്ങളുടെ ഉത്തരവാദി നമ്മളാണ്, ക്രിസ്തു അല്ല. ഗലാത്യ വിശ്വാസികളെ തെറ്റിലേക്ക് നയിച്ചത് ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്തു അല്ല. അവർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ചില സമയത്ത് ചില പർട്ടിക്കുലർ വിഷയം വരുമ്പോൾ ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വലിയ വിഷമമാകാറുണ്ട്. പലപ്പോഴും ഇന്നത് തെറ്റാണ് സഹോദര സഹോദരി എന്ന് പറയുമ്പം അവർ പെട്ടെന്ന് ചോദിക്കുന്ന, എന്നാൽ അയ്യോ അതെങ്ങനാ സാധിക്കുന്നത്, ഇന്ന ആളാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. അവർ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇന്നയാള് ക്രിസ്തുവിന്റെ ദാസനാണ്, ക്രിസ്തുവിന്റെ ദാസനായതുകൊണ്ട് ഇന്നയാൾ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും ശരിയായിരിക്കണം. കാരണം താൻ ക്രിസ്തുവിന്റെ ഗൈഡൻസിൽ കൂടെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടീച്ചിങ് ഇന്നയാളിൽ കൂടെ ക്രിസ്തു ആണല്ലോ ഞങ്ങൾക്ക് നൽകിയത്, അതുകൊണ്ട് അതെങ്ങനാണ് തെറ്റാകുന്നതെന്ന് അവർ ചോദിക്കുന്നതിന്റെ അർത്ഥം. ഗലാത്യ വിശ്വാസികളോട് ദൈവാത്മാവ് പറയുന്നത്, നിങ്ങളോട് ഈ പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞവർ അവർ ക്രിസ്ത്യാനികളാണ്, യഹൂദന്മാരാണ്,
യെരൂശലേമിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് വളരെയധികം ആധികാരികത നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ കൂടെ പറഞ്ഞത് ക്രിസ്തുവല്ല. അവരുടെ മാനുഷ ഉപദേശം, അവരുടെ പ്രാകൃത ചിന്താഗതിയാണ് ഈ ഉപദേശത്തിന് കാരണം, ക്രിസ്തു അല്ല എന്നാണ് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇത് വേദപുസ്തകത്തിൽ പല രീതിയിൽ മറ്റു പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റോമലേഖന 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ, റോമർ 6-ന്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒരാൾ വിശ്വാസത്താൽ നീതീകരിച്ചതോടെ താൻ പാപസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചു. പിന്നെ അത് തിരിച്ചെടുക്കുന്നത് ശരിയോ? ഒരു നാളും അല്ല എന്നാണ് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്താൽ നീതീകരിച്ചവർക്ക് വിശ്വാസത്താലെയുള്ള നീതീകരണത്തെ മറന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം എന്ന് ഉള്ള ചിന്താഗതിയും തെറ്റാണ്. ഇതിനൊക്കെ വളരെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ദൈവവചനം എന്തു പറയുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന ആളാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വകഭേദമാണ്. ഇന്നയാൾ ദൈവദാസനാണ്, അതുകൊണ്ട് ഇന്നയാള് പറഞ്ഞത് ദൈവവചനമാണ്. ഇന്നയാള് പറഞ്ഞ ദൈവവചനം ആയതുകൊണ്ട് ഇന്നയാളിൽ കൂടെ ക്രിസ്തുവാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇന്നയാൾ പഠിപ്പിച്ചത് ഞങ്ങളെ പാപത്തിലേക്ക് നയിക്കുവാണെങ്കിൽ ക്രിസ്തുവാണ് ഞങ്ങളെ പാപത്തിലേക്ക് നയിച്ചത്. ഇത്രയും വ്യക്തമായിട്ട് ആരും പറയാറില്ലെങ്കിലും ഇന്ന കാര്യം തെറ്റാണ്, ഇന്ന ഉപദേശം തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇന്നയാൾ അങ്ങനല്ലല്ലോ പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ആക്ച്വലി സാരാംശത്തിൽ ഞാൻ ഈ ഡീറ്റെയിലിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വേർപാട് സമൂഹത്തിൽ പല രീതിയിലുള്ള ദുരുപദേശങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് യേശുനാമക്കാരുടെ ഉപദേശം. യേശുനാമക്കാരുടെ ഉപദേശം എന്ത് എന്ന് പറഞ്ഞാൽ, ദൈവം ത്രിയേകനല്ല, ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി സ്വർഗത്തിലിരിക്കുമ്പോൾ പിതാവെന്നറിയപ്പെടുന്നു. അതേ വ്യക്തി മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു എന്നറിയപ്പെട്ടു. അതേ വ്യക്തി സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് അരൂപിയായിട്ട് വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്നു. ഇതാണ് യേശുനാമക്കാരുടെ ഉപദേശം, അല്ലെങ്കിൽ ജീസസ് ഓൺലിയുടെ ഉപദേശം. ഒരു വ്യക്തിയുള്ളൂ, ത്രിത്വം ഇല്ല, ദൈവം ത്രിയേകനല്ല. ഈ ഉപദേശം കേരളത്തിൽ വേർപാടുകാരുടെ ഇടയ്ക്ക് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ആളുകൾ ചോദിക്കുന്ന, അപ്പൊ ശരി എന്ത് ബ്രദറെ എന്നല്ല ചോദിക്കുന്നത്, ഇന്നയാളാണ് പഠിപ്പിച്ചത്. ആ ആർഗ്യുമെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്നയാളാ പഠിപ്പിച്ചത്, താൻ ഒരു ദൈവദാസനാണ്, അതുകൊണ്ട് താൻ സംസാരിച്ചത് ദൈവവചനമാണ്, തനിക്ക് ദൈവവചനം ദൈവമാണ് കൊടുത്തത്, തനിക്ക് ദൈവം ദൈവവചനം കൊടുത്തപ്പോൾ തന്നിൽ കൂടെ ക്രിസ്തുവാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് താൻ ഈ പഠിപ്പിച്ചത് ക്രിസ്തുവാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ലെങ്കിൽ അതിന്റെ പുറകെയുള്ള സൂചന ഇതാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് ക്രിസ്തു പാപത്തിന്റെ ദാസനല്ല, ക്രിസ്തു പാപം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ലൈസൻസ് തരുന്നില്ല. ഇത് മാനുഷ്യ ടീച്ചിങ് ആണ്. ഗലാത്യയിലും ഇതേ കാര്യമാണ് ദൈവാത്മാവ് അവരെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ് മടങ്ങി പാപത്തിലേക്ക് പോയി, ക്രിസ്തു അതിന് ഉത്തരവാദിയല്ല. യെരുശലേമിൽ നിന്ന് വന്ന ദൈവദാസന്മാര് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അതിന്റെ ഉത്തരവാദിയാക്കരുത്. നിങ്ങളുടെ പാപ സ്വഭാവം, പാപത്തിലേക്കുള്ള ചായ്വ്, അറിവില്ലായ്മയിലേക്കുള്ള ചായ്വ്, ദൈവാത്മാവ് നിങ്ങൾക്ക് തന്നതിനെ ത്യജിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം
ടീച്ചേഴ്സിനെ കളക്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് ഇതിന്റെ കാരണം എന്നാണ് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇതേ ആശയത്തിന്റെ മറ്റൊരു വശം വ്യക്തമാക്കുന്നു. റോമർ 3:8. റോമർ 3:8 നാം വായിക്കുന്നത്, നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ആക്ച്വലി പുതിയ നിയമസഭ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് ആ ഒരു പുതിയ യുഗം വന്നു. എല്ലാം പഴയ നിയമത്തിലുണ്ടായിരുന്ന എല്ലാ സിസ്റ്റമും മാറ്റപ്പെട്ടു. മാറ്റപ്പെടാത്തത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ. അതിനൊരു മാറ്റവും വന്നില്ല. പഴയ നിയമത്തിലും അതേ ധാർമ്മിക നിയമങ്ങളായിരുന്നു, പുതിയ നിയമത്തിലും അതേ ധാർമ്മിക നിയമങ്ങളായിരുന്നു. രക്ഷാമാർഗം മാറിയില്ല. പഴയ നിയമത്തിലും വിശ്വാസത്തിൽ കൂടെയായിരുന്നു നീതീകരണം, പുതിയ നിയമത്തിലും വിശ്വാസത്തിൽ കൂടെയാണ് നീതീകരണം. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ എല്ലാം മാറ്റപ്പെട്ടു. പഴയ നിയമത്തിൽ പാപം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു, പുതിയ നിയമത്തിൽ അത് മാറ്റപ്പെട്ടു. പഴയ നിയമത്തിൽ ദൈവവചനം കോപ്പി ചെയ്ത് അടുത്ത തലമുറയ്ക്ക് അല്ലെ തലമുറകൾക്ക് വിതരണം ചെയ്യുന്നത് പുരോഹിതന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയന്ത്രിച്ച ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ ദൈവം ആ നിയന്ത്രണം എടുത്തു മാറ്റി. കാരണം ഇന്ന് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതിൽ ഒരു പൗരോഹിത്യവർഗം ഇല്ല. പഴയ നിയമത്തിൽ ഈവൻ ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് പുരോഹിതനായിരുന്നു ഡിക്ലെയർ ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്യുലർ ലോകത്തിന് കൊടുത്തിരിക്കുകയാണ്. സോ പഴയ നിയമത്തിൽ നിന്ന് ആ പെന്തിക്കോസ്ത് നാളിൽ വന്ന ആ മാറ്റം, അത് വളരെ നമുക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുപോലുള്ള മാറ്റമായിരുന്നത് കൊണ്ട് അത് എല്ലാം മനസ്സിലാക്കാൻ ദൈവജനത്തിന് കുറച്ച് സമയമെടുത്തു. അപ്പോസ്തലന്മാർക്ക് സമയമെടുത്തു. അപ്പൊ അപ്പോസ്തലന്മാർക്ക് സമയമെടുത്തപ്പോൾ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസികളായി വന്ന ആളുകൾക്ക് അതിൽ കൂടുതൽ സമയമെടുത്തു. യഹൂദന്മാരല്ലാത്തവരിൽ നിന്ന്, വിജാതിയരിൽ നിന്ന് വന്നവർക്കെല്ലാം പുതുമയായിരുന്നു. പഴയ നിയമം എന്തെന്നറിയത്തില്ല, ദൈവം ആരെന്നറിയത്തില്ല, ന്യായപ്രമാണം എന്തെന്നറിയത്തില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ പെന്തിക്കോസ്ത് നാള് തൊട്ട് അടുത്ത ഒരു 10-15 വർഷം വിഷയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി എന്തോ ഒരു സ്ട്രഗിൾ വന്നു. തിരുവെഴുത്തിലെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഉപദേശങ്ങളുള്ള പുസ്തകങ്ങൾ ഓരോന്നായിട്ട് എഴുതപ്പെട്ടു, കോപ്പി ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു 10-15 വർഷങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വലിയൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള കൺഫ്യൂഷൻസും പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ആളുകളുടെ ഇടയ്ക്ക് തലപൊക്കി. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ, ഞങ്ങൾ അങ്ങനെ പറയുന്നെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നതല്ലോ. ഈ അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ അവര് എഴുതുന്നുണ്ടായിരുന്നു. എല്ലാ അപ്പോസ്തലന്മാരും ദൈവശ്വാസ്യമായ ലേഖനങ്ങൾ എഴുതിയില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ എല്ലാ അപ്പോസ്തലന്മാരും അവരവരെ ദൈവം വിളിച്ച ആ സ്ഥലത്തുള്ള ആളുകൾക്ക് റൈറ്റിംഗിൽ അവരെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ ധാരാളം കാരണങ്ങളുണ്ട്, സൂചനകളുണ്ട്. ഈവൻ ആ റൈറ്റിംഗ്സ് ഇന്ന് പ്രസിൽ അച്ചടിച്ച് 10,000-കണക്കിന് കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലല്ല, വളരെ സ്ലോ ആയിട്ടാണ് അത് കോപ്പി ചെയ്ത് വന്നത്. ആൻഡ് ഇത് ആവശ്യമാണെന്ന് ദൈവജനത്തിന് മനസ്സിലായി. കോപ്പിയിങ് മൾട്ടിപ്ലൈ ചെയ്യാനും കുറച്ച് സമയം എടുത്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ഇന്നതാ പഠിപ്പിക്കുന്നത് എന്ന് പലർ അവകാശപ്പെട്ടു.
അതിൽ ചിലർ അവകാശപ്പെട്ടത് വിശ്വാസത്താലെയുള്ള നീതീകരണം പഠിപ്പിക്കുന്നതിൽ കൂടെ വിശ്വാസികളുടെ മധ്യേ പാപത്തിന് പ്രോത്സാഹനം നൽകുക. ഇന്നുണ്ട്, വേർപാട് സഭയിൽ അത് പഠിപ്പിക്കുന്ന പലരുണ്ട്. രക്ഷയുടെ ഭദ്രത പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിന്റെ വകഭേദം എല്ലാ തലമുറകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ ആ ഒറിജിനൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വകഭേദങ്ങൾ മനസ്സിലാക്കാൻ ഈസിയാണ്. സോ ഈ യഹൂദന്മാര് പ്രത്യേകിച്ച് ഈ റോമാലേഖനത്തിലുള്ളത് ഇത് യഹൂദന്മാരുടെ ഇടയ്ക്ക് നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളോടായി പറയുന്നത്. വിശ്വാസത്താലെയുള്ള നീതീകരണം പഠിപ്പിക്കുന്നത് പാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ പറയുന്നു. ഒരു നാളുമല്ല, നിങ്ങൾക്ക് വിഷയം വേണ്ട രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഗലാത്യയിൽ നടന്നതും ഈ റോമാലേഖനത്തില് വിശ്വാസികളോട് പറയുന്നത് ഇതെല്ലാം ഒന്നിന്റെ വകഭേദമാണ്. അപ്പൊ ഒരു ചോദ്യം വരുന്നു, ഓക്കെ ബ്രദറെ, അവിടെ നടന്നു, നാമുമായിട്ട് എന്ത് ബന്ധം? കാരണം ബ്രദർ തന്നെയല്ലേ പറഞ്ഞത് ഈ വേദോസ്തം പഠിക്കുമ്പം പ്രായോഗിക ജീവിതമായിട്ട് ആപ്ലിക്കേഷൻ ബന്ധമുണ്ട്. യെസ്, അത് ഞാനൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യട്ടെ. ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ ശിഥിലത കാണുന്നു, ലൂസ്നെസ് കാണുന്നു. വേണ്ട സമർപ്പണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമർപ്പണം പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ കാണുന്നില്ല. പലയിടത്ത് പല വിശ്വാസികൾ ലോക മനുഷ്യരെ അനുകരിച്ച് ജീവിക്കുന്നു. മറ്റ് ചില വിശ്വാസികൾ ലോക മനുഷ്യര് പോലും ചെയ്യാത്ത രീതിയിലുള്ള പാപങ്ങളിൽ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വേർപാട് വിശ്വാസികളുടെ മധ്യേ തന്നെ ഇപ്പോൾ ചില പുതിയ ഉപദേശങ്ങൾ ആശയങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞ് അനുസരണം നിറഞ്ഞൊരു ജീവിതം നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമാകുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിച്ചേക്കും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അനുസരണവും ഭയവും ഭക്തിയുള്ള ജീവിതം നയിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതാന്ത്യത്തിൽ ചിലപ്പോൾ നമുക്ക് രക്ഷ ലഭിച്ചേക്കും എന്ന് പഠിപ്പിക്കുന്ന പല ആളുകൾ ഇപ്പം നമ്മുടെ ഇടയ്ക്ക് തലപൊക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വാദപ്രതിവാദമല്ല, എന്തുകൊണ്ട് അവർ അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. അവരെല്ലാം പറഞ്ഞത്, ബ്രദറെ, ഈ വിശ്വാസത്താലുള്ള നീതീകരണവും രക്ഷയുടെ ഭദ്രതയും നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ കാരണം കൊണ്ട് ആളുകൾ വളരെ ലൂസായിട്ട് കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിക്കുന്നു. മറ്റു ചിലർ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കാച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ആളുകളോട് പറയുന്നത് അതാണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നീ പാപിയാണ്, ആ പാപത്തെക്കുറിച്ച് നിനക്ക് കുറ്റബോധം ഉണ്ടാകണം, ആ കുറ്റബോധമുണ്ടായി നീ ആ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി അങ്ങനെ നീണ്ട ഒരു പ്രക്രിയയിൽ കൂടെ കടന്നിട്ട് പിന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഈ രണ്ട് ടീച്ചിങ്സും നമ്മുടെ ഇടയ്ക്കുണ്ട്. ഈ രണ്ട് ടീച്ചിങ്സും ഇത് പഠിപ്പിക്കുന്ന ആളുകളുമായിട്ട് എന്തുകൊണ്ട് അവർ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ വളരെ നീണ്ട സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ രണ്ടുപേരുടെ മനസ്സിലുള്ള വിഷയം
വിശ്വാസത്താലെ നീതീകരണം എന്ന് പഠിപ്പിച്ചാൽ വിശ്വാസികൾ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ് പാപത്തിൽ ജീവിക്കും. അതുകൊണ്ട് നീതീകരണം വിശ്വാസത്താലെ ആണെന്നും രക്ഷഭദ്രമാണെന്നും നാം പഠിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ഉപദേശത്തെ രൂപപ്പെടുത്തുന്നത്. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഈ റോമാലേഖനം ആർക്കാണ് എഴുതിയിരുന്ന അവരുടെ മധ്യേ ഇതുപോലെ ചില ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാപത്തിലേക്ക് ആളുകളെ നയിക്കുന്നു. അത് പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു തന്നെ അവരെ പാപത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയുള്ള പല ആർഗ്യുമെന്റ്സ്, അതില് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതുപോലെ പലർ സംസാരിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയത്തില്ലെങ്കിലും ഈ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പം ആ സ്റ്റേറ്റ്മെന്റ്സിന് അർത്ഥങ്ങളുമുണ്ട്, നിഗൂഢ അർത്ഥങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പല രീതിയിലുള്ള ടീച്ചിങ്സ് നമ്മുടെ മധ്യേ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതും ഗലാത്യയിലുള്ള ടീച്ചിങ്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം ഒന്നിന്റെ വകഭേദങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്താലെയുള്ള നീതീകരണം പഠിപ്പിച്ചാൽ അത് പാപത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് അതും ഗലാത്യയിലുള്ളതിന്റെ ഒരു വകഭേദമാണ്. അത് ശരിയല്ല. ഡോക്ടർ സനീഷ് ചെറിയാൻ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഒരു സംഭവം തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വൈകുന്നേരത്ത് ഞാൻ ക്ലാസ്സസ് എടുക്കുമായിരുന്നു. വൈകുന്നേരത്ത് ക്ലാസ്സസ് എടുക്കുമ്പോൾ ഒരച്ഛൻ അത് വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു മാർത്തോമയാന്നോ യാക്കോബ അച്ഛനാന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം അച്ഛന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നിങ്ങൾ വേർപാടുകാര് ഈ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ വിശ്വാസികളെ ലൂസ് ജീവിതത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ, അച്ഛൻ പറയുന്നത് സത്യമാണെന്ന് നമുക്കങ്ങ് സങ്കല്പിക്കാം. നിങ്ങളുടെ ചർച്ച് രക്ഷയുടെ ഭദ്രതയോ വിശ്വാസത്താലുള്ള നീതീകരണമോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ചർച്ച് പഠിപ്പിക്കുന്നത് വിശ്വാസവും വേണം, കർമ്മവും വേണം എന്നാണ്. എൻ്റെ അടുത്ത ചോദ്യം, അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. എൻ്റെ അടുത്ത ചോദ്യമായിരുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിലാണോ മദ്യപന്മാർ കൂടുതലുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പിലാണോ? വേർപാട് സമൂഹത്തിലാണോ മദ്യപന്മാർ കൂടുതലുള്ളത്, നിങ്ങളുടെ മധ്യയാണ്? നിങ്ങളുടെ മധ്യയാണ് ഇമ്മോറാലിറ്റി കൂടുതലുള്ളത്, ഞങ്ങളുടെ മധ്യയാണ് ഇമ്മോറാലിറ്റി കൂടുതലുള്ളത്? അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ ചോദിച്ചു, നിങ്ങളുടെ മധ്യ അച്ഛന്മാർ മദ്യപിക്കാറില്ലേ? മദ്യപിച്ചു കഴിഞ്ഞ് പാടില്ലാത്ത സംസാരവും പാടില്ലാത്ത ബിഹേവിയർ കാണിക്കാറില്ലേ? ഉണ്ടെന്ന് അച്ഛൻ സമ്മതിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, വേർപാടുകാരുടെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ സുവിശേഷകന്മാര് റുട്ടീൻലി മദ്യപിക്കാറുണ്ടോ? മദ്യപിച്ചു കഴിഞ്ഞുള്ള രീതിയിലുള്ള വർത്താനം, അത് കഴിഞ്ഞുള്ള ബിഹേവിയർ കാണിക്കാറുണ്ട്? അച്ഛൻ സമ്മതിക്കേണ്ടി വന്നു, അവരുടെ മധ്യയാണ് ഇതൊക്കെ അധികം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് പാപം കൂടുതല, നിങ്ങൾ അതൊന്നും പഠിപ്പിക്കുന്നില്ല. രക്ഷഭദ്ര അല്ലെന്നാ നിങ്ങൾ പഠിപ്പിക്കുന്നത്, കർമ്മമാ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മധ്യയാണല്ലോ പാപം ഞങ്ങളെക്കാൾ അധികം. നിങ്ങളുടെ ഇടയ്ക്കാണല്ലോ ഞങ്ങളെക്കാൾ കൂടുതൽ മദ്യപാനം. അച്ഛന്മാരും മദ്യപിക്കാറുണ്ടല്ലോ, ഇമ്മോറാലിറ്റി വളരെയധികം ഉണ്ടല്ലോ. അത് ശരിയെന്ന് അച്ഛൻ സമ്മതിക്കേണ്ടി വന്നു. പിന്നെ അച്ഛൻ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ബ്രദേഴ്സ്, ഇങ്ങനെയുള്ള വാദം കൊണ്ട് അച്ഛന്മാരല്ല നമ്മുടെ ആളുകൾ വന്നാൽ തന്നെ നമ്മൾ തിരിച്ച് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ലക്ഷ്യോന്മുഖിയായ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്നത്, ഈ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് വ്യക്തമാകുന്ന രീതിയിൽ, അല്ലെ വ്യക്തമാക്കുന്ന രീതിയിൽ ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ചോദിച്ചെങ്കിൽ മാത്രമേ ഈ തലമുറയിൽ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുവാൻ വേണ്ടി തലപൊക്കുന്ന ആശയങ്ങളെ എതിർക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ
അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി പറഞ്ഞ് കുട്ടികൾക്ക് കംഫർട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു കുട്ടി വന്ന് നമ്മൾ ഇന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ചോദ്യം, വേർപാടുകാർ എന്തുകൊണ്ടാണ് ആഭരണ വർജനം പാലിക്കുന്നത്? അപ്പൊ ആഭരണ വർജനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്താ, പഴയ നിയമത്തിലെ വിഗ്രഹാരാധനയുടെ കാര്യം, അവരവരുടെ വിഗ്രഹങ്ങളെല്ലാം മാറ്റി എന്നുള്ള കാര്യം. ആ കുട്ടി പൊട്ടനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടി വേദോസ്തവത്തിലെ മറ്റു കാര്യങ്ങളും വായിക്കുന്നുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് വേദോസ്തവത്തിലെ മറ്റു പല കാര്യങ്ങൾ അവിടെ സ്വർണം ഉപയോഗിച്ചതായിട്ടും ഒത്തിരി നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആദ്യമേ ആ കുട്ടിയോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിൽ കൂടെ ആഭരണ വർജനം ചെയ്തു. ഇനി മക്കളെ, ആ തീരുമാനം, അവർ ചെയ്ത ആ തീരുമാനത്തെ മാറ്റണം എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ അതിന്റെ കാരണം എന്ത്? നമ്മൾ വ്യക്തമായിട്ട് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ നമ്മുടെ മക്കളോട് ചോദിക്കണം. ആഭരണ വർജനം നമ്മൾ തലമുറയായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നു. അതെടുത്തു മാറ്റിയാൽ, ആ വർജനം എടുത്തു മാറ്റിയാൽ എന്ത് പ്രയോജനമുണ്ട്? അങ്ങനെ ചോദിക്കണം. അതിന് പകരം വലിയ ഈ പഴയ നിയമത്തിൽ നിന്നുള്ള കൊട്ടേഷനോ അത് ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ അത് റിജക്റ്റ് ചെയ്യും. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം വേദപുസ്തകത്തിന്റെ ഉപദേശ വിഷയങ്ങൾ അതിൽ വരുമ്പോൾ ഉപദേശ വിഷയങ്ങളെ ആളുകൾ എതിർത്ത് പറയുമ്പോൾ ലക്ഷ്യോന്മുഖിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ലക്ഷ്യോന്മുഖിയായിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ച് അത് ചോദിച്ചു പരിചയിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ച് വസ്തുത എന്ത് എന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, അത് കുറെ സമയം മുമ്പ് ഞാൻ നേരിട്ട ഒരു ചോദ്യമാണ്. ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് മാതാവിനോട് പറഞ്ഞത്, എൻ്റെ ക്ലാസ്സിലെ എല്ലാ പെൺപിള്ളേരും പുക്കിളിൻ്റെ അവിടെ സേഫ്റ്റി പിൻ കുത്തി, ആ സേഫ്റ്റി പിന്നിലെ കുറച്ച് മുത്തി ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടാണ് ക്ലാസ്സിൽ വരുന്നത്, എനിക്കും അങ്ങനെ ചെയ്യണം. ഇടയ്ക്കൊരു ഫാഷനായിരുന്നു അത്. ഇപ്പം പുക്കിളിൻ്റെ അവിടെ കുത്തുന്നതിന് പകരം ചെവിയെ, മൂക്ക്, ഈ കാളയ്ക്കൊക്കെ മൂക്കിൽ ചരടിടത്തില്ലേ, അതുപോലെ മൂക്കില് നാക്കിലൊക്കെ ഇടുന്ന സിസ്റ്റമാണ് ഈ ദിവസങ്ങളിൽ. അയ്യോ, അപ്പോഴത്തേക്ക് ആ മാതാവ് ഒരു 100 ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നു. കുട്ടിക്ക് അതൊന്നും ബോധ്യമായില്ല. ഫൈനലി അത് എൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിനക്കത് ചെയ്യണമെന്ന് തോന്നുന്നു? ഒരു ഉപദേശവും പറഞ്ഞില്ല. നമ്മൾ ലക്ഷ്യോന്മുഖയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുന്നു. വൈ ഡു യു വാണ്ട് ടു ഡു ഇറ്റ്? എന്തുകൊണ്ട് മകൾ അത് ചെയ്യാൻ ആഗ്രഹിക്കും? അങ്ങളെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട്. എൻ്റെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു, എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? ഇല്ല അങ്കിളെ. എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ഉചിതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് ബെല്ലി ബട്ടൺ ബോട്ട്, എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്യുന്ന ഉചിതം അല്ല അങ്കിളെ. അപ്പം എല്ലാവരും ചെയ്യുന്ന എല്ലാം ഉചിതമല്ല, എല്ലാവരും ചെയ്യുന്നതെല്ലാം നല്ലതല്ല, ഒരു വിശ്വാസിക്ക് ഉചിതമല്ല. പിന്നെന്തിനാ? നിനക്ക് എന്ത് ലഭിക്കും? അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ചോദ്യമായിരുന്നു, ഇതുകൊണ്ട് നിനക്ക് എന്ത് ലഭിക്കും? അങ്കിളെ, എല്ലാവരും ചെയ്യുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ ചിരിക്കും. അതാണ് അതിൻ്റെ മറുപടി, അതിൻ്റെ ക്ലൂ. എല്ലാവരും ചെയ്യുന്നതിനെ ഞാൻ കോപ്പി ചെയ്തില്ലെങ്കിൽ അവർ ചിരിക്കും, പരിഹസിക്കും. പേരൻസ് ഇങ്ങനെ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ മക്കളോട് ചോദിക്കാൻ പഠിക്കണം.
മക്കളോട് ഇങ്ങനെ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ദുരുപദേശവും ദുരുപദേഷ്ടാക്കന്മാരും നമ്മളെ സമീപിക്കുമ്പോൾ അവരോട് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു തുടങ്ങണം. ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതിന് വലിയ ബുദ്ധിയും വേണ്ട, ഉപദേശമൊന്നും വേണ്ട. ദൈവവചനം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അത് ഇതിന്റെ കൂടെ പ്രായോഗിക ലെസനായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ ലക്ഷ്യോന്മുഖിയായിട്ടുള്ള ഒരു ചോദ്യം ഗലാത്യയിലും ചോദിക്കുന്ന, അതല്ലാതെ നമ്മൾ കണ്ട വാക്യങ്ങളിലെല്ലാം ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിക്കുന്നത്. ഫൈനലി ആ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ചോദ്യം ചോദിച്ചു. എല്ലാവരും ചിരിക്കും, അല്ലെ എല്ലാവരും പരിഹസിക്കും എന്ന് ചിന്തിച്ചിട്ട് പോലും എല്ലാവരും ചെയ്തത് ചെയ്യാൻ വിസമ്മതിച്ച ആരെയെങ്കിലും നിനക്ക് ബൈബിളിൽ നിന്ന് അറിയാമോ? അവള് ഒത്തിരി ചിന്തിച്ചിട്ടും പെട്ടെന്ന് പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ദാനിയലിന്റെ ബുക്ക്. അങ്കിളെ, എല്ലാവരും വിഗ്രഹത്തിന്റെ മുൻപിൽ വീണ് കുമ്പിട്ടെങ്കിലും ശദ്രക് മേശക് അബേദ്നെഗോ അത് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, അവർക്ക് എന്തൊരു പ്രഷറായിരുന്നു. നിനക്ക് ഒരു ബട്ടൺ ഇല്ലെങ്കിൽ ചിരിക്കുമെന്നേ ഉള്ളൂ. അവർ കുമ്പിട്ടില്ലെങ്കിൽ അവരെ വലിയ അഗ്നിജ്വാലയിലിട്ട് ഭസ്മമാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ രാജാവ് കോപിച്ചു കഴിഞ്ഞതോടെ അത് തീ 7 ഇരട്ടിയാക്കി. അതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി? ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരു ലക്ഷ്യോന്മുഖിയായ ചോദ്യം കറക്റ്റ് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കൺക്ലൂഷൻ ഒന്നും പറയണ്ട, അതിലേക്ക് അങ്ങ് നയിച്ചാൽ മതി. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? അതിനൊരു കാരണമുണ്ട്. ഗലാത്യയില് വലിയ ആധികാരികത ഉള്ള യഹൂദ മതസ്ഥർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിലും അവർ യഹൂദന്മാരാണെന്നുള്ള ആ ഈഗോയുടെ കാരണം കൊണ്ടും ആ ഈഗോയും കൊണ്ട് ചെന്ന് ഗലാത്യ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ ചെയ്യാൻ പാടില്ലാത്ത പാപം അവരെ കൊണ്ട് ചെയ്യിച്ചു. ഗലാത്യർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചതായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാകത്തില്ലായിരുന്നു. ചോദിച്ചില്ല. വിശ്വാസികളായ നാമും നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്ന ചോദ്യങ്ങൾ, അത് വിശ്വാസത്തിനെതിരെ വരുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലാകുമ്പോൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ ആ ദുരുപദേശങ്ങൾ നമ്മളെ സ്വാധീനിക്കത്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ ടീച്ചിങ്സിന്റെ അണ്ടറിൽ വരുന്ന ആളുകളെയും സ്വാധീനിക്കത്തില്ല. ആൻഡ് അങ്ങനെ ചോദിക്കാൻ ആളുണ്ടെന്ന് കാണുമ്പോൾ പല ദുരുപദേഷ്ടാക്കന്മാർ മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ വലിയൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇത് മനസ്സിലാക്കാൻ ദൈവാത്മാവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ വിഷയങ്ങൾ തുടരുന്നതായിരിക്കും. പ്രാർത്ഥിക്കണേ എന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.